ഇതെന്താണ് ആരും ലൈക്കാത്തത്? ഞാൻ പിണങ്ങി. ഇനി ഞാൻ 3 മണിക്ക് വരുന്നത് പറയില്ല. വെറൈറ്റി കൊണ്ടുവരുന്നത് ഞാൻ പറയൂല. പ്രേംജിത്ത്, ഞാൻ ലൈക്ക് അടിച്ചു. താങ്ക് യു. നിധി, ഹായ് ചേച്ചി. എന്നെ അവൾ തല്ലുമായിരിക്കുമോ? അല്ല, ചവിട്ടിക്കൂട്ടി ആ ഓടയിലിടും. പോ അവിടുന്ന്. മൂദേവി, നിനക്കെല്ലാം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മീര ലൈക്ക്. മിഥു, താങ്ക് യു. ചുമ്മാ ചൊറിഞ്ഞുകൊണ്ട് വർത്താനം പറഞ്ഞു. നീയെല്ലാം തല്ലുകൊണ്ട് ഒരു മൂലയ്ക്ക് എടുക്കാനേ. പോയിട്ട് കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ പണിയൊക്കെ. സാരമില്ല മീര, പട്ടിക്ക് ബെഡ് മേടിക്കുന്ന കാശ് ഞാൻ ഇല്ലാഞ്ഞിട്ടല്ലേ. നമ്മുടെ സകല മൂടും കളയാനായിട്ട് കണ്ണട വെക്കാത്ത മീര സൂപ്പർ. കുറച്ച് ഡിസ്റ്റൻസിലാവുമ്പോൾ എനിക്കത് കുഴപ്പമില്ല. അടുത്തൊക്കെ ആണെങ്കിൽ വേണം. അപ്പം എല്ലാവരും ദോശ കഴിക്കാൻ വരിക. ദോശയ്ക്ക് എങ്ങനെയാണ് ദോശ എന്നുള്ള പേര് വന്നത്? ഇപ്പം ഞാൻ ലൈവിൽ പറയട്ടെ. പാന് ചൂടായി. ഇങ്ങനെ ഒരു തവി മാവെടുത്ത് ഇങ്ങനെ ആക്കിയാൽ ആ ഒഴുകുന്നത് നിൽക്കും. എന്നിട്ട് ഇത് ആദ്യത്തെ ഷൂ നമ്പർ 1, ഷൂ നമ്പർ 8. വട്ടം വന്ദിച്ച ലൈറ്റ്. ഓക്കെ. മനു, ഹലോ ചേച്ചി, ഞാൻ കൊല്ലത്ത് നിന്നാണ്. ചേച്ചിയുടെ സ്ഥലം എവിടെയാണ്? ഞാൻ ചേച്ചിയുടെ പുതിയ സബ്സ്ക്രൈബറാണ്. ആണോ മനു? വെൽക്കം വെൽക്കം വെൽക്കം. മീര ചേച്ചി പാലക്കാടാണ്. പാലക്കാട് കണ്ണാടിയിൽ നിന്നാണ്. അപ്പോൾ കൊല്ലത്ത് നമുക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ നമ്മുടെ ലൈവിൽ. അപ്പോൾ ന്യൂ മെമ്പേഴ്സിന് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഹാപ്പി സൺഡേ. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് സൺഡേ വിശേഷങ്ങൾ? സൺഡേ നമുക്ക് 3 മണിക്ക് ലൈവ് ഉണ്ട്. ഡെയിലി നൈറ്റ് 9 to 10:30 ഒക്കെ നമ്മുടെ ലൈവ് ഉണ്ട്. പക്ഷെ കാലാവസ്ഥ ചില കാരണങ്ങളിൽ പ്രതികൂലമാകുന്നതിനാൽ ചില ടൈമിലെല്ലാം പറഞ്ഞ സമയത്തൊന്നും ലൈവ് വരാൻ പറ്റുന്നില്ല. സോ മീഡിയയുടെ ലൈവ് അങ്ങനെയാണ്. മോർണിംഗ് 3 o'clock 9 o'clock ചിലപ്പോഴൊക്കെ കാണും. ഇവിടെ ഒരു ചേച്ചിയെ കല്യാണം കഴിച്ചു കൊണ്ടുപോയത് പാലക്കാട് കണ്ണാടിയിൽ നിന്നാണ്. ആണോ? കണ്ണാടിക്കാരൊക്കെ ഇങ്ങനെ നല്ല സ്വഭാവമല്ലേ. 2 ഷൂ കേട്ടാൽ ദോശ. അതെ, ഒരു ഷൂ ഇങ്ങനെ ആയി, രണ്ടാമത്തെ നമ്മൾ മറച്ചിടുമ്പോൾ വീണ്ടും ഒരു ഷൂ കേൾക്കും. അങ്ങനെ ഷൂ ദോ ഷൂ. ആ ദോ ഷൂവിൽ നിന്നാണ് നമ്മൾ ദോശ എന്നുള്ള പദം കണ്ടുപിടിച്ചത് എന്നാണ് കഥയിൽ ഒരു ദിത്. അപ്പൊ വീട്ടിലുള്ള പണിയെല്ലാം ഞാൻ ചെയ്യേണ്ടി വരുമോ? ചെയ്യടാ, ചെയ്യ്. നീ അതുക്കും വേണ്ടിയുള്ള ഇതയമുള്ളവൻ തന്നെ. സെഞ്ച് തൊല. ജെയ്സൺ, വീട്ടിലുള്ള പണിയൊക്കെ ചെയ്ത് എന്തോ കുഴപ്പം? പെണ്ണുങ്ങൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണോ വീട്ടിലുള്ള പണി? ആണുങ്ങൾക്കും ചെയ്യാം. ആണ് പെണ്ണൊന്നും ഇല്ല മാഷേ, നമ്മളെല്ലാം അറിഞ്ഞിരിക്കണ്ടേ. ചേച്ചി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ചോദിക്കൂ. தெரிஞ்ச அளவுக்கு நான் சொல்றேன். ஃபர்ஸ்ட் ஜாமீன் எடுத்தாச்சு. ചോദിക്കൂ. മിഥുൻ, ഞാൻ ഇന്ന് വരാം. 3 മണിക്കല്ലേ? ഇന്ന് വരുന്നുണ്ട് തീർച്ചയായിട്ടും. ഫേക്ക് ഇറങ്ങിയോ? ഫേക്ക് ഇറങ്ങി DP വെക്കോ? നമ്മൾ DP വെക്കും. നമ്മുടെ ഫേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല, അത് പാലക്കാടല്ലേ? PSC മാറ്റിയോ? അല്ല, പാലക്കാടല്ലേ? സർവേ മാറിയിട്ടുണ്ടോ? പാലക്കാട് എന്നാണ് എൻ്റെ ഒരു വിചാരം, അല്ലേ? പാലക്കാട്. ദോശ മറിച്ചിട്ടപ്പോൾ ഒരു ഷൂ കൂടി വന്നു. അതാണ്